ഓഫീസേഴ്സിന് മാത്രം ഇരിക്കാനായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ഓൺലി ഇവിടെ ഏരിയസിന്റെ. അവർ ഓഫ് ഷോറിൽ കുക്കായിട്ട് വരുമ്പോൾ നല്ല സാലറി ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നോട് കുറെ പേരായി ചോദിക്കണേ. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാല് ഞാൻ ഏകദേശം ഒരു പലചരക്ക് കടയിൽ നിൽക്കുന്ന ഒരു ഫീലാണ്. മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്ന് രണ്ട് സന്തോഷമാണ് എനിക്കുള്ളത്. രണ്ടല്ല, ഇന്ന് മൂന്ന് സന്തോഷം ഉണ്ട് പറയാനായിട്ട്. അതായത് ഫസ്റ്റത്തെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിവിടെ നല്ല മഴ, അതുപോലെ ഭയങ്കരമായിട്ടൊരു മൂടൽ മഞ്ഞ് പിടിക്കുന്ന നല്ല കാറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഓഫ് ഷോറിൽ ഈ ഓഫ് ഷോറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇന്ന് ലീവാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ അങ്ങനെ 2000 സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഈ 2000 സബ്സ്ക്രൈബർ ആവാന്നുള്ളത് വലിയൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കിന്ന് ലീവ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വീഡിയോ നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബാർജിലുള്ള നമ്മുടെ കിച്ചണും അതുപോലെ മെസ്സുകളാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഈ ബക്രീദ് പ്രമാണിച്ച് ഉച്ച തിരിഞ്ഞിട്ട് ഏകദേശം ഒരു 5:15 തൊട്ട് 5:30 തൊട്ട് നല്ല രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു ബക്രീദിനെ അനുബന്ധിച്ചിട്ടാണ്. അതുപോലെ നല്ല സ്നാക്സ് ഉണ്ടായിരിക്കും, നല്ല ഫുഡ്, ഇഷ്ടം പോലെ ഫുഡാണ്. അല്ലെങ്കിൽ നല്ല ഫുഡാണ്, ഇഷ്ടം പോലെ ഫുഡാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളിന്ന് കാണിക്കാമെന്ന് വെച്ചു. ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ മെസ്സുകൾ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തും ഒരു എൽ ഷേപ്പ് രീതിയിലാണ് നമ്മുടെ മെസ്സുകൾ വന്നിട്ടുള്ളത്. നല്ല നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ വേറെ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ഈ ഫോണിൻ്റെ ഒരു മൈക്ക് വെച്ചിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിന് മുന്നേ നമ്മുടെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഇവിടെ ചില സീറ്റിലൊക്കെ റിസർവ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബോസുകൾക്ക് മാത്രം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെയും അതേപോലെ തന്നെ ഈ ബാർജിൻ്റെയും എഞ്ചിനീയർമാർ, അതേപോലെ തന്നെ എന്താണ് പിന്നെ ഈ ക്യാപ്റ്റൻ, അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, റിസർവ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സാധാ ഓഫീസേഴ്സിനാണെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ആ ഒരു ലൈൻ കാണുന്നില്ലേ, ആ ഒരു ഭാഗത്താണ് കേട്ടോ. അവിടേക്കാണ് നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഓരോ ബെഞ്ചിമേ ഇതേപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. പലതരത്തിലുള്ള സോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ എന്താണ് അറബിയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്കിത് എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ഒരു കളർ കോഡൊക്കെ വന്നിട്ടുണ്ട്, ഗ്രേ, ഓറഞ്ച്, ഗ്രീൻ, റെഡ്, അങ്ങനെയൊക്കെയാണ് ഇവിടെ മെസ്സുകളിലെ കളർ കോഡൊക്കെ വന്നിക്കണം കേട്ടോ. പിന്നെ നമുക്കിവിടെ ചായ കുടിക്കാനായിട്ട് ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഇതേപോലെ കേക്ക് ഉണ്ടായിരിക്കും. പിന്നെ പലതരത്തിലുള്ള റൊട്ടി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ നമുക്ക് കുടിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ റൂമിലുള്ള പോലെ തന്നെ ഇതേപോലത്തെ ബോട്ടിലാണ് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ ഇതിപ്പോൾ ഒരു ചെറിയ ബോട്ടിലായിരുന്നു. ഇതിന് മുന്നേ നമുക്കൊരു വലിയ ബോട്ടിലാണ് ഉണ്ടായിരുന്നത്, നെസ്ലയുടെ തന്നെ ഒരു 1/2 ലിറ്ററിൻ്റെ. ഇതിപ്പോൾ ചെറിയ ബോട്ടിലാണ്, 250 ml. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, അരാംകോന്റെ ഓഫീസേഴ്സിന് മാത്രം ഇരിക്കാനായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ഓൺലി ഇവിടെ ഏരിയസിന്റെ. അവർക്ക് മാത്രമേ നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പാടുള്ളൂ. നമുക്കൊന്നും ഇവിടെ ആ ഒരു സമയത്ത് ആക്സസ് ഉണ്ടായിരിക്കില്ല, അല്ലാത്ത സമയത്ത് ഇവിടെ ആക്സസ് ഉണ്ടായിരിക്കും. ആ ഒരു കുറച്ച് പേരുണ്ടാവുള്ളൂ അരാംകോന്റെ, അവർക്ക് മാത്രം ഉണ്ടാവും. കുറേ അധികം ജ്യൂസുകളും കാര്യങ്ങളും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. പലതരത്തിലുള്ള ജ്യൂസുകളാണ്. നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം വന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തണുത്ത വെള്ളം ഉണ്ടായിരിക്കും. പിന്നെ ഇത് തൈരാണ് കേട്ടോ. ഇത് ഫാറ്റുള്ള തൈരുണ്ട്, ഫാറ്റില്ലാത്ത തൈരുണ്ട് കേട്ടോ. ഇതിൽ ഈ ചുവപ്പ് കളർ എന്ന് പറയുന്നത് ഫാറ്റില്ലാത്തതും, ഇതേപോലെ തന്നെ ആ ഒരു നീല കളർ എന്ന് പറയുന്നത് ഫാറ്റ് ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഒരു എൽ ഷേപ്പിലത്തെ വേറൊരു ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മെസ്സിലത്തെ ടൈമല്ല, ഞാനിവിടെ പെർമിഷൻ ചോദിച്ചെടുത്തതാണ്. അതായത് ഇവിടുത്തെ ക്യാമ്പ് ഓഫീസറോട് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ആൾ സമ്മതിച്ചതാണ് കേട്ടോ. അതാണ് കേട്ടോ നമ്മുടെ ക്യാമ്പ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ ആൾ സമ്മതിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്തരത്തിൽ നമുക്കൊരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത് കേട്ടോ. ഇനി നമ്മൾ എവിടേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഫ് ഷോറിലെ കിച്ചണിലേക്കാണ് കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കപ്പലിലത്തെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബാർജിലത്തെ ഒരു കിച്ചണൊക്കെ കാണാനായിട്ട് പോകുന്നത്. ഞാൻ ആകെ കണ്ടിട്ടുള്ളത് നമ്മുടെ വീട്ടിലത്തെ കിച്ചണൊക്കെയാണ്, പിന്നെ അതുപോലെ റെസ്റ്റോറൻറ്റിലെ കിച്ചണൊക്കെയാണ്. അല്ലാണ്ട് വേറെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ബാർജിലുള്ള കിച്ചണിലേക്കാണ് കേട്ടോ. ഓക്കെ, സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത്, അതിൻ്റെ എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അതായത് തിരക്കിലാണ് ഒരു മലയാളി ചേട്ടനുണ്ട്. നമ്മുടെ കേരളത്തിലെ ആ രുചിയില്ലേ, അത് ഈ ചേട്ടൻ വന്നപ്പോഴാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്തെല്ലാം ചേട്ടനെ പറ്റിയത് അത് കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള ഫുഡാണ് കിട്ടുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലത്തെ ഫുഡൊക്കെ ഉണ്ടല്ലോ, അത് മിസ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു ഞാൻ. ഈ ചേട്ടൻ വന്നപ്പോഴാണ് അത് നല്ല എരിയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ചേട്ടൻ്റെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് പൊറോട്ട, അതുപോലെ ബീഫും, പിന്നെ അതുപോലെ പൂരിയും. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന പൂരിയൊക്കെ ഇല്ലേ, അതുപോലെ പൊറോട്ട, ബീഫ് കറി, ഇത്രയും നല്ലൊരു ഫുഡ് ഐറ്റംസ് ഉണ്ട്. ചേട്ടൻ്റെ പേര് ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ പേര്
ബഷീദ് കുഞ്ഞുമോൻ. ഓക്കെ, ചേട്ടൻ്റെ വീട് എവിടെ വന്നെ? കൊല്ലം. ചേട്ടൻ്റെ വീട് പറഞ്ഞ കൊല്ലത്താണ്. അപ്പൊ ചേട്ടൻ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ കമന്റ് ചെയ്യുക. 28 വർഷമാണ് ചേട്ടൻ വർക്ക് ചെയ്തത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല, നല്ല നോയ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചേട്ടൻ രാത്രിക്കുള്ള ഫുഡ് ഐറ്റംസ് ആണോ? നമ്മുടെ ബക്രീദ് അനുബന്ധിച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെയാണല്ലോ ഉണ്ടാക്കണേ. ഓക്കെ ഓക്കെ. ഇന്നത്തെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ എന്താ പറഞ്ഞേ? ബജ്ജി, പിന്നെ മട്ടൻ കറി. ആഹാ, ഇന്ന് മട്ടൻ കറിയാണ്. പിന്നെ അതുപോലെ ബജ്ജി ഉണ്ട്. പിന്നെ വേറെ ഐറ്റംസ് ഒക്കെ എന്തൊക്കെ പറഞ്ഞേ? കഞ്ഞി. ആ ഓക്കെ ഓക്കെ. ആ ഒരു ബക്രീദിനെ അനുബന്ധിച്ചിട്ടുള്ള ഒരു കഞ്ഞിയില്ലേ? ഓക്കെ. പിന്നെ കപ്സ റൈസ്. അങ്ങനെ പിന്നെ പറയണ്ടല്ലോ, ഇഷ്ടം പോലെ ഐറ്റംസ് ആണ് നമ്മുടെ ഔട്ട് ഷോറിൽ കിട്ടുക. അത് നമ്മുടെ കേരളത്തിലൊരു ചേട്ടൻ തന്നെ കിട്ടുക. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ചേട്ടൻ ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഈ ഒരു ചേട്ടൻ മാത്രമല്ല, നമ്മുടെ ഇവിടെ കുറേ അധികം ഫിലിപ്പീൻസിൽ നിന്നുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഫിലിപ്പീൻസിലുള്ള ഫുഡ് സെപ്പറേറ്റ്, അതുപോലെ ഇന്ത്യക്കാർക്കുള്ള ഫുഡ് സെപ്പറേറ്റ്, അങ്ങനെയാണ് നമുക്ക് ഇവിടെ വെക്കേണ്ടത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിലിപ്പീൻസിൻ്റെ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. പക്ഷെ നമ്മൾ ആരും അധികം ഇങ്ങനെ കഴിച്ചതൊന്നും വരില്ല കേട്ടോ. ഇതിപ്പോൾ എന്താ ചേട്ടൻ ഉണ്ടാക്കണേ? കടല. ആ, ഇത് ശരിക്കും എന്താണ്, വേവിക്കുള്ളതാണോ? ഏതാ, കുക്ക് ചെയ്യാനുള്ളതാണല്ലേ? ഇത് നമ്മുടെ നാട്ടിലത്തെ എന്ത് ചെയ്യും, നമ്മുടെ ഗ്യാസിമയോ അല്ലാന്നുണ്ടെങ്കിൽ തീ വെച്ചിട്ടൊന്നുമല്ല സംഭവം. ഇതെന്ന് വെച്ചാൽ ഒരു ഇതെല്ലാം കറണ്ടിലാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ. നമ്മുടെ ഈ ബാർജിലല്ലാന്നുണ്ടെങ്കിൽ ഈ ഷിപ്പിലൊന്നും ഈ ഗ്യാസ് അതുപോലെ തന്നെ ഇതൊന്നും ഉപയോഗിക്കില്ല. മെയിനായിട്ട് കറണ്ടിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കണത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യണത് ഗ്യാസിലല്ല, ഇതൊക്കെ കറണ്ടിലാണ് വർക്ക് ചെയ്യണേ. ഇതിനെ പറയണ പേര് പറയണത് ഹോട്ട് പ്ലേറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം മുഖാന്തരമാണ് നമ്മുടെ റൈസ് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യണതും അതുപോലെ മട്ടൺ വേവിക്കണതും. പിന്നെ തൊട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ടുള്ള ഓപ്ഷൻ കേട്ടോ. നമ്മൾ ഈ KFC-യിലൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലായിണ്ടാവും. അതായത് ഇത് അടിയിൽ കിടക്കുന്ന വെളിച്ചെണ്ണ കേട്ടോ. ഇതിൽ ഈ കിഴങ്ങ് അരിഞ്ഞിട്ട് ഇതിലിങ്ങനെ മുക്കിയെടുക്കും. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ആവുമല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ബഷീർക്ക് ഉണ്ടാക്കാൻ പോണത് കടല മസാലയാണ് കേട്ടോ. അതായത് വൈകുന്നേരത്തേക്ക് ബക്രീദിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബഷീർക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, പിന്നെ ഇവിടെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1/2 മണിക്കൂർ ആ കൂടി പെർമിഷൻ ഉള്ളൂ. അതാണ് ഞാൻ ഈ ഓടിപ്പടഞ്ഞ് ചാടി എല്ലാ കാര്യങ്ങളും വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിർത്തിപ്പോണെന്നാണ് നമ്മുടെ ക്യാമ്പ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ചാനലിന്റെ പേരോ? ടെക് വേവ് മലയാളം. ഓഫ് ഷോറിൽ കുക്കായിട്ട് വരുമ്പോൾ നല്ല സാലറി ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നോട് കുറെ പേരായി ചോദിക്കണേ. നല്ല സാലറി ആണല്ലേ കുക്കായിട്ടൊക്കെ വരുമ്പോൾ? $1,500 കുക്കായിട്ട് വരുമ്പോൾ. ഒരു മാസം $1,500 കുക്കിന് കിട്ടാന്നാണ് കേട്ടാ നമ്മൾ പറയണേ ഈ ചേട്ടൻ. അതുപോലെ തന്നെ ഈ അസിസ്റ്റന്റ് ആയിട്ടാ അല്ലാന്നുണ്ടെങ്കിൽ ഹെൽപ്പറായിട്ടൊക്കെ വരില്ലേ കുക്കിന്റെ തന്നെ, അതിനെന്താ ജോബിന്റെ പേര് പറയാൻ എനിക്ക് അറിയില്ല. ചേട്ടൻ അറിയോ? ഏതാ? സ്റ്റീവേഡ് അല്ലേ? ഓക്കെ. ആൾക്ക് എത്ര സാലറി കാര്യങ്ങളൊക്കെ കിട്ടും? എത്ര? $800 കിട്ടുന്ന കേട്ടോ പറയണത്. നമ്മുടെ ഓഫ് ഷോറില് മറ്റുള്ള എഞ്ചിനീയറിങ് അതുപോലെ സേഫ്റ്റി, NDT, പിന്നെന്താ പറയാ ബാക്കിയുള്ള കോഴ്സിനോടൊക്കെ അനുബന്ധിച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കുക്കൊക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് നമുക്ക് സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇവിടെ ഇങ്ങനൊരു ഐറ്റം കാണാൻ പറ്റിയിട്ടാ. ഇതെന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ മാവ് കാര്യങ്ങളൊക്കെ കുഴയ്ക്കാനൊക്കെ ആയിട്ടാ ഈ സാധനം ഉപയോഗിക്കുന്നത്. भाई आपका नाम क्या है? MD यूसुफ है. इधर क्या काम है? कुकिंग? कुक. ओके ओके ओके. Bro, say hi. What's your name? Carlos. Aywa. Okay okay. നമ്മളിപ്പോൾ ഉള്ളത് ബേക്കറി ഏരിയയിലാണ്. അതിന് മുന്നേ ആയിട്ട് ഇവിടെയാണ് നമ്മുടെ ഈ പ്ലേറ്റ് കാര്യങ്ങൾ, നമ്മൾ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് കാര്യങ്ങളൊക്കെ കഴുകേണ്ടത്. നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല, ഇവിടെ കഴുകാനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരും കഴുകുന്ന ഒരു ഏരിയ കാര്യങ്ങളൊക്കെയാണ്. നല്ല സെറ്റപ്പായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഭയങ്കര വൃത്തി അതുപോലെ നീറ്റാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. യാതൊരു വിധ കുഴപ്പമോ ഒരു അഭംഗിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പൊട്ട മണോ ഫുഡ് വേസ്റ്റിന്റെ മണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ബേക്കറി ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കുന്നതോടൊപ്പം തന്നെ ഉച്ച ഇരുന്നിട്ട് സ്വീറ്റ്സ് ഐറ്റംസ് അതുപോലെ കേക്ക് ഐറ്റംസ് എല്ലാം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 9 മണിക്കും ഉച്ച തിരിഞ്ഞ് 3 മണിക്ക് നമുക്ക് സ്നാക്സ് ഇവിടെ ഓഫ് ഷോറിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഓരോ ദിവസം ചിലപ്പോൾ ഓരോന്നായിരിക്കും. ചില ദിവസം പിസ്സ ആയിരിക്കും, ചില ദിവസം ബർഗർ ആയിരിക്കും, ചില ദിവസം സാൻഡ്വിച്ച് ആയിരിക്കും, ചില ദിവസം ക്രിസ്പി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് ആയിരിക്കും. പത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ ഇത് രാവിലത്തെ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്ക് ഐറ്റംസ് ആണെന്ന് തോന്നുന്നുണ്ട്. കേക്കല്ല, ഇത് ബ്രെഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഈ ബാർജിലത്തെ സ്റ്റോറേജ് ഏരിയയിലേക്കാണ് കേട്ടോ. അതായത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം.
നമുക്കിവിടെ ഉപയോഗിക്കാനായിട്ടുള്ള പലതരത്തിലുള്ള റൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഫിലിപ്പീൻസിനുള്ള റൈസ്, അതേപോലെ തന്നെ ഇന്ത്യക്കാർക്ക് ഒരു റൈസ്, അങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ റൈസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു റൈസ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്ക് കപ്സ റൈസായിട്ട്, മന്തി റൈസായിട്ട് എല്ലാ തരത്തിലുള്ള റൈസ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ പേപ്പർ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ ബാത്റൂമിലേക്ക് വേണ്ടതും അതേപോലെ വാഷ് ബേസിൻ്റെ അവിടേക്ക് ആയിട്ടുള്ള പേപ്പർ കാര്യങ്ങളൊക്കെയാണ്. ഞാനും വിചാരിച്ച് ഇവരിത് എങ്ങനെയാണ് ഈ ഐറ്റംസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത്ര അധികം കറക്റ്റായിട്ട്, അതായത് ഒരെണ്ണം പോലും നമുക്ക് തീരാണ്ട് അതായത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കംപ്ലയിൻറ്റ് ഇവിടെ കിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ അത്രയും ബൾക്കായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഞാനിവിടെ ചോദിച്ചപ്പോൾ ഒരു കേട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തേക്കുള്ള ഐറ്റംസ് മുഴുവൻ ഇവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരു മാസത്തേക്ക് അത്ര ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു 100 പേര് ഏകദേശം താമസിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും പേർക്കുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇവിടെ മീറ്റ് ഐറ്റംസ് കട്ട് ചെയ്യാനായിട്ട്, കാരണം ഞാൻ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ ഈ മീറ്റ് ഐറ്റംസ് കാര്യങ്ങളൊന്നും കട്ട് ചെയ്യണില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യണത്. അതായത് ഇവിടെ സ്മെല്ല് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ്, അതായത് നമ്മളെ ഈ മെസ്സുകളും അതേപോലെ തന്നെ ഈ കിച്ചണും ഏകദേശം ഒരേപോലെയാണ്, അടുത്തടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ മീറ്റ് ഐറ്റംസ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല്ല് വരാണ്ടിരിക്കാനാണ് ഈ ഒരു റൂം മാത്രം, അതായത് മീറ്റ് കട്ട് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു റൂം ഒരു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ചേട്ടനെന്ന് ഈ മീറ്റ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇത്തിരി മണം ഉണ്ട് കേട്ടോ, അതായത് ഈ മീറ്റ് കട്ട് ചെയ്യണതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി മണം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ബാർജിലേക്ക് സാധനങ്ങൾ കഴിയും തോറും ലോഡ് ചെയ്യണ്ടേ. അപ്പോൾ ഈ ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് കാണിച്ചു കൊടുത്തേ, ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടല്ലോ, അതായത് ഈ ടോപ്പ് സൈഡ് നമ്മുടെ ക്രെയിൻ വെച്ചിട്ട് ഇവർ പൊക്കും. ആ ക്രെയിൻ വെച്ച് പൊക്കിയിട്ട് എന്നിട്ട് ഈ മെറ്റീരിയൽസ് ഒക്കെ ഈ പല്ലറ്റ്സിൽ വെച്ചിട്ട് സാധനങ്ങൾ ഇതുപോലെ ഇറക്കും. പല്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഈ പല്ലറ്റ്സ് എന്ന് പറയുന്നത് ഈ താഴെ കാണുന്ന ഈ ഒരു മരത്തടില്ലേ, ഇതിനാണ് പല്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് നമ്മുടെ ലോഡ് കാര്യങ്ങളൊക്കെ ക്രെയിനിൽ ഞാത്തിയിട്ട് ഈ ഒരു ടോപ്പ് സൈഡ് പൊക്കി ഉണ്ടാവും. അപ്പോൾ എന്നിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഇവർ എന്ത് ചെയ്യുക, താഴേക്ക് ഇറക്കുക. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു പലചരക്ക് കടയിൽ നിൽക്കുന്ന ഒരു ഫീലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയധികം സാധനങ്ങളാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കണേ. പിന്നെ ഒന്നാമത് ഞാൻ ഇതേപോലത്തെ ബാർജിൻ്റെ അല്ലാതെ ഒരു ഷിപ്പിൻ്റെ ഐറ്റംസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഷിപ്പിൻ്റെ കിച്ചൺ ഐറ്റംസ്, അതുപോലെ സ്റ്റോറേജ് ഐറ്റംസ് ആദ്യമായിട്ടാണ് ഞാൻ ഒരാളോട് ഈ പെർമിഷൻ ചോദിച്ച്, ക്യാമ്പ് ഓഫീസറോട് പെർമിഷൻ ചോദിച്ച് ഈ സാധനങ്ങളൊക്കെ എടുക്കണേ. എന്തായാലും ആള് എനിക്ക് അനുമതി തന്നു എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചേട്ടനോട് ഞാൻ ഭയങ്കരമായിട്ട് നന്ദി പറയുന്നു ഈ വീഡിയോയിൽ. നന്ദി പറഞ്ഞിട്ട് കാര്യമില്ല, ഫിലിപ്പിനെയാണ് താങ്ക് യു പറയണം, എന്നാലേ മനസ്സിലാവുള്ളൂ. പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടൊരു ബിസ്ക്കറ്റ് ഉണ്ട്. ഇത് ഞാൻ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ വെസലില്ലേ, ആ വെസലിലും ഇതേ ഒരു ബിസ്ക്കറ്റ് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു, റിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റാട്ടോ, നല്ലതെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ ബിസ്ക്കറ്റിന്. പിന്നെ അതേപോലെ എന്താ പറയുക, ഇപ്പോൾ എടുത്ത് പോക്കറ്റിലിട്ട് പോയാലെന്ന് ആലോചിക്കുന്നുണ്ട് ഈ ഒരു ബിസ്ക്കറ്റ്. വേണ്ട, താരീഷേട്ടൻ പറയണ വേണ്ട, അത് ഞാൻ മറന്നു അപ്പോഴേക്കും ആൾ കാര്യമാക്കി എടുത്തു. ഞാനിങ്ങനെ പോയോണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കണ്ണിലേക്ക് കുറച്ച് ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടത് കേട്ടോ. അതായത് വിജയ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടു. വിജയ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലത്തെ ഏതോ കമ്പനിയാണ്, കേരളത്തിലത്തെ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട്. എന്തായാലും ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാണിച്ച പോയോണ്ടിരിക്കുന്ന സമയത്ത് ബ്ലാക്ക് പെപ്പർ പൗഡർ, അതുപോലെ തന്നെ കുരുമുളക് പൊടിയെന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ തമിഴിൽ എഴുതിയിട്ടുണ്ട്, ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യയിലത്തെ പ്രൊഡക്റ്റാണ് കൂടുതലായിട്ട് ഉപയോഗിക്കണതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നേണ്ട നിമിഷങ്ങളാണ് കേട്ടോ. ഇതാ നമ്മുടെ കറിയിലേക്ക് ടേസ്റ്റൊക്കെ കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന പട്ടകളാണ് ഈ കാണുന്നത് കേട്ടോ. അടാ എന്താണല്ലേ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ ക്യാമ്പ് ഹൗസിലോട് ചോദിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് മെസ്സുകളുടെ അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ഒന്ന് വീഡിയോ എടുത്തോട്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ ആൾ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു സ്റ്റോറേജ് ഏരിയയും കൂടി ഉണ്ട്, അതിലേക്ക് കൂടെ ഒന്ന് പോയിക്കോ, അതിൻ്റെ വീഡിയോ കൂടെ ഒന്ന് എടുത്തോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരാൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ എന്താണല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഡെയിലി കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനും അതുപോലെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അതേപോലെ നമ്മുടെ റൂമിലേക്കൊക്കെ വേണ്ട സാധനങ്ങളും, പിന്നെ നമുക്ക് വീക്കിലി കിട്ടുന്ന ചോക്ലേറ്റ്സ്, പിന്നെ അതുപോലെ നമ്മൾ ഡെയിലി കുടിക്കുന്ന ഈ കൂൾ ഡ്രിങ്ക്സ് ഐറ്റംസ് ഒക്കെ ഇല്ലേ, അത് കോള, പെപ്സി, മിറാണ്ട അതേപോലുള്ള ഐറ്റംസ്, പിന്നെ ജ്യൂസസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. നമ്മുടെ ഇവിടുത്തെ ക്യാമ്പ് ഹൗസിലോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ജസ്റ്റ് ഇവിടുത്തെ കിച്ചണിൻ്റെ അതുപോലെ മെസ്സുകളുടെ വീഡിയോ എടുത്തോട്ടെന്നാണ് ചോദിച്ചത്. വീഡിയോ എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം ആൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വീഡിയോ മെസ്സുകളുടെ എടുത്തോ കുഴപ്പമില്ല, പക്ഷേ കിച്ചണിൻ്റെ വേണ്ടാന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഞാൻ ഇത്തിരി കൂടി റിക്വസ്റ്റ് ചെയ്തപ്പോൾ ആളെല്ലാം സമ്മതിച്ചു, ഓക്കെ ഒരു അരമണിക്കൂർ തരാം, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് തീരണം എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ആൾ പറയണു എന്താ ഒരു സ്റ്റോറേജ് ഏരിയ കൂടി ഉണ്ട്, നീ അതും കൂടി എടുത്തിട്ട് പോയാൽ മതിയത്. അപ്പോൾ എന്തായാലും ശരി അതും കൂടി എടുക്കാമെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊന്ന് എടുക്കണേനെ
എന്തായാലും അപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞ് നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ് വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഓഫ് ഷോറിലത്തെ കിച്ചണിലേക്കൊക്കെ വരുന്നത് കേട്ടോ. ഇതിന് മുന്നുണ്ടായിട്ട് നമ്മുടെ വെസലിലത്തെ കിച്ചണിലേക്കൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടുത്തെ ബാർജിൽ വന്നിട്ട്, അത് നമ്മുടെ ഓഫ് ഷോറിൽ വന്നിട്ട്, ഓഫ് ഷോറിൽ അതായത് നമ്മുടെ ബാർജിലെ കിച്ചണിലേക്കൊക്കെ വരുന്നത് കേട്ടോ. ഈ ഓഫ് ഷോറിലും ബാർജിലും വെസലിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസത്തേക്ക് 1.5 മാസത്തേക്കുള്ള ഐറ്റംസ് ഒക്കെ, അതായത് ഫുഡ് ഐറ്റംസ് ആയാലും അഥവാ ബാക്കിയുള്ള ഐറ്റംസ് ആയാലും ഇതെല്ലാം ലോഡ് ചെയ്ത് വെക്കുക. ഏകദേശം ഒരു 1.5 മാസത്തേക്ക് അവർ കണക്കാക്കി വെക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എപ്പോഴാണ് റഫ്സി ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റില്ല, അതേപോലെ തന്നെ എപ്പോഴും നല്ല കാറ്റ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സമയത്തൊക്കെ ബോട്ടുകളൊക്കെ വന്ന് അടുപ്പിക്കുന്നതിന് ലിഫ്റ്റ് ചെയ്യുന്നതിനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ഏകദേശം 1 മാസത്തേക്കോ 1.5 മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലോഡ് ഏരിയയിൽ, അതായത് ഒരു സ്റ്റോറേജ് ഏരിയയിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യാമ്പ് ഓഫീസറാണ് എനിക്ക് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പെർമിഷൻ തന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പ് ഓഫീസറാണ് കേട്ടോ എനിക്ക് തന്നിട്ടുള്ളത്. ഞാൻ ഏറ്റവും നേരത്തെ ഭയങ്കര പോണായിരുന്നു, പക്ഷെ ആള് ഭയങ്കര പാവമായിരുന്നു കേട്ടോ. എനിക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം.